ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മുടെ കയ്യിലുള്ളത് ദ ഓൾ ന്യൂ ഡൊമിനാർ 400 ആണ്. ദ ഓൾ ന്യൂ എന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാതാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. അതേപോലെ തന്നെ വാല്യൂ ഫോർ മണി എന്നുള്ളൊരു സെല്ലിംഗ് പോയിൻറ്റും ഈസ് ദ സെയിം. അതായത് ഇപ്പോഴും ഈ 2,62,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ പ്രൈസിന് ഈ വണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഡീൽ. അതായത് ഒരു ടൂറിങ് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ പറയാനും ചോദിക്കാനൊന്നുമില്ല. ഈ പ്രൈസിന് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും ഇത്രയും നല്ലൊരു എർഗണോമിക്സും പിന്നെ അത്യാവശ്യം 30യുടെ അടുത്ത് വരെ മൈലേജും കിട്ടുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഫ്രീക്കിംഗ് ഡീൽ. പക്ഷേ ഇത് എങ്ങനെയാണ് ഇപ്പോഴും 2023 ഡൊമിനാർ സ്റ്റിൽ ഡസ് ഇറ്റ് മേക്ക് സെൻസ് എന്നുള്ള ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TVS RTR 310 വന്നു, ഡ്യൂക്ക് 390യുടെ Gen 3 വന്നു. അങ്ങനെ ഒരുപാട് പുതിയ മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോഴും ഡൊമിനാറിൻ്റെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനാറിന് ഇപ്പോഴും ഓഡിയൻസ് ഉണ്ട്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണ അങ്ങനെ ഒരു ഇൻട്രസ്റ്റുള്ള ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് ഇതിന് എനിക്ക് തോന്നുന്നു ഡൊമിനാർ എടുക്കാൻ പോകുന്ന ആൾക്കാരും ഇനി ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിമാലയത്തിലേക്കായിരിക്കും. പക്ഷെ അവിടെ ഒരു എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബാഡ് ചോയ്സ്. പക്ഷേ പ്രൈസ് യു ഹാവ് ടു ഗിവ് 1 lakh മോർ. അതാണ് ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓഫ് റോഡൊന്നുമില്ല, എക്സ്ട്രീം ഓഫ് റോഡൊന്നും ഇല്ലാതാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ഡൊമിനാർ ആൻഡ് ഫോർ ആ ഒരു 1 lakhന് യു ക്യാൻ ഗെറ്റ് റൈഡിങ് ഗിയേഴ്സ് ആൻഡ് സ്റ്റഫ്. പിന്നെ ബാക്കിയൊന്നും വാങ്ങിക്കണ്ട. വൈസർ ആയാലും ഹാൻഡ് ഗാർഡ്സ് ആയാലും കാരിയർ ആയാലും ചെറിയൊരു ബാക്ക് റെസ്റ്റ് ആയാലും എല്ലാം ഈ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. റൈഡിങ് ഗിയേഴ്സിന് വേണേൽ ബാക്കിയുള്ളൊരു 1 lakh സ്പെൻഡ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് എന്തായാലും ആ വണ്ടി ഓടിച്ചിട്ട് ബാക്കി എന്തും പറയാൻ പറ്റുള്ളൂ. കാരണം പെർഫോമൻസ് ആയാലും പുതിയൊരു എഞ്ചിനാണ്, പുതിയൊരു വണ്ടിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിൻ്റെ ഭാഗത്താണ്. ഒരു സ്പാർക്ക് പ്ലഗ് മാത്രമായിട്ടുണ്ട്. പണ്ട് ട്രിപ്പിൾ സ്പാർക്ക് ടെക്നോളജി ആയിരുന്നു. ഇപ്പോൾ എന്താണ് അത് സിംഗിൾ ആക്കിയത്? അവർ പറഞ്ഞത് പണ്ട് ട്രിപ്പിൾ സ്പാർക്കിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഫ്യൂൽ ബേൺ ചെയ്യാനും കുറച്ചുകൂടി ബെറ്റർ മൈലേജ് കിട്ടാനാണ്. ഇപ്പോൾ എന്താ മൈലേജ് വേണ്ട, എഫിഷ്യൻ്റ് ആയിട്ട് ഫ്യൂൽ ബേൺ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ വരുന്നത് E20 ഫ്യൂലാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ബേണിങ് അല്ലെങ്കിൽ അത് കമ്പസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് 1 സ്പാർക്ക് പ്ലഗ് ഈസ് ഇനഫ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സ്പാർക്ക് പ്ലഗിലേക്ക് തന്നെ ഡൊമിനാർ തിരിച്ചു വന്നത്. ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് മാറ്റുമ്പോൾ 2-3 സ്പാർക്ക് പ്ലഗ് മാറ്റുന്നതൊക്കെ ഒരു സ്പാർക്ക് പ്ലഗ് ആക്കിയാൽ മതി. മെയിൻ്റനൻസിൽ ഒരു വലിയൊരു ഇതാണ്. അതായത് ജനറൽ സർവീസിൽ നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ അതേപോലെ തന്നെ വേറെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ സ്പ്രോക്കറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡിസൈൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്രോബബ്ലി ചെറിയ രീതിയിലൊരു വെയിറ്റ് റിഡക്ഷനൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ പലരുടെയും ചോദ്യമാണ് ഈ ഒരു വണ്ടി ഡ്യൂക്ക് 390 കമ്പയർ ചെയ്യണത്. യു ഷുഡിൻറ്റ് ഡൂ ദാറ്റ്. രണ്ട് പ്രൈസ് സെഗ്മെൻറ്റിലെ വണ്ടിയാണ്. എന്താ പറയണ്ടേ, സ്വഭാവമുള്ള വണ്ടിയാണ്. അതായത് 390 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇവിടുന്ന് ഓടിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മിഷനാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ സീരിയസ് ട്രാവലേഴ്സ്, അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് ടൂറൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ, ഈസി ടു മെയിൻറ്റെയിൻ. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബജാജ് ആണെങ്കിൽ ഒരുപാട് ഷോറൂംസും അവൈലബിൾ ആണ്. അതായത് ഓൾ ഔട്ട് ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ ടു ബൈ. ആകെ നോക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഒക്കെ നോക്കുവാണെങ്കിൽ ബെറ്റർ ഗോ ഫോർ എ ഡുവൽ പർപ്പസ് ടയർ. ഈ പവർ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം ചെറിയ ട്രയൽസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ വണ്ടിക്ക്. പിന്നെ മോശമില്ലാത്ത രീതിയിൽ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു ബാഷ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഡൊമിനാർ ഇത് സ്റ്റോക്കിൽ തന്നെ ഒരു ഓൾ ഔട്ട് ടൂറായിട്ടാണ് വരേണ്ടത്. നമ്മൾ എക്സ്ട്രാ ഒന്നും പിടിപ്പിക്കേണ്ട കാര്യമില്ല. മേ ബി ഒരു റേഡിയേറ്റർ ഗാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിനൊരു സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷുഡ് ബി എ ഗ്രിൽ ഓർ എ ഗാർഡ്. അത്രയും ടൂറും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അടിച്ചൊക്കെ കയറി റേഡിയേറ്ററിന് പണി കിട്ടുന്നതിന് പകരം ഒരു ഗാർഡ് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ എൻഡൂറൻസിൻ്റെ USD ഫോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറകിലും എൻഡൂറൻസിൻ്റെ സസ്പെൻഷൻ തന്നെയാണ്. നോട്ട് ദ ബെസ്റ്റ് അതാ പറയണത്. ഇപ്പോൾ 390 എന്നൊക്കെ പറയുമ്പോൾ WPയുടെ സസ്പെൻഷനാണ്. അതിൻ്റെ എല്ലാ കോമ്പണൻസും കുറച്ചൊന്ന് ഹൈടെക്കാണ്. ഇതിപ്പോൾ ചീപ്പ് കോമ്പണൻസ് എന്നല്ല, പക്ഷേ ഇത് കുറച്ചുകൂടി ടൂറിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അതായത് നമുക്കിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പൊളിച്ചോടിക്കണമെന്നൊക്കെ ആണെങ്കിൽ ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ വീൽ ബേസും ഡ്യൂക്ക് 390യുടെ വീൽ ബേസും നോക്കിയാൽ മതി. ഇതിന് വീൽ ബേസിക്ക് ഇച്ചിരി കൂടുതലാണ്. ഈ വീൽ ബേസ് കൂടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്നുള്ള ഡയറക്ഷൻ ചേഞ്ചസിൻ്റെ ഒരു എബിലിറ്റി കുറച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിന് വീൽ ബേസ് കൂട്ടിയതിൻ്റെ റീസൺ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ലോഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സംഭവം, അതായത് ഇതിന് സ്പെക് ഷീറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും ബജാജ് ഉദ്ദേശിച്ചേക്കണത് എന്തിനാണെന്ന്. അപ്പോൾ നിങ്ങളിത് ഡ്യൂക്ക് 390 ആയിട്ടൊന്നും കമ്പയർ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള വേറൊരു ടൂറർ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെന്ന്. കാരണം ദിസ് ഈസ് എ മോട്ടോർ സൈക്കിൾ. ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ വില. അതുമാത്രമല്ല
ഇപ്പോൾ സോ മച്ച് റിഫൈൻഡും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയറി ഇരുന്ന് സംസാരിക്കാം. കാരണം ഓഫ് കോഴ്സ് നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണ്. 196 kilograms സംവെയർ, ആൻഡ് ദാറ്റ്സ് നോട്ട് ബാഡ്. അതായത് നമുക്ക് ആ 196 kilograms മൊത്തത്തിലൊന്നും തോന്നില്ല. കുറച്ചുകൂടി വെയിറ്റ് ഫ്രണ്ട് ബയാസ്ഡ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഈ വെയിറ്റൊക്കെ കൂടി വീണ്ടും മുമ്പിലേക്ക് വന്നിട്ട് ചെറിയൊരു ഇത് ബിഗിനർ ആണെങ്കിൽ ഹൈ വോണ്ട് റെക്കമെൻഡ്. എന്നാൽ പോലും പെട്ടെന്നൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ആ വെയിറ്റ് മൊത്തം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു അൺഈവൺ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. എല്ലാമാണ് കുഴപ്പമില്ല. ഇപ്പോൾ കോർണേഴ്സിലൊക്കെ നിങ്ങൾ ട്രയൽ ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പം RTR 310 അല്ലെങ്കിൽ ഡ്യൂക്ക് 390 വെച്ച് നോക്കുമ്പോൾ, പക്ഷേ ഇഫ് യു വാണ്ട് ടു ഹാവ് ഫൺ യു ക്യാൻ ഹാവ് ഫൺ. അതാണ് ഇതിൻ്റെ ഒരു മൂഡ്. പിന്നെ പുതിയതുകൊണ്ടില്ലേ മിററൊക്കെ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങൾക്ക് മിററാണ്. ഈ സെയിം മിറർ തന്നെയാണ് ഡ്യൂക്ക് 390 വരുന്നത്. എനിക്ക് ഹാൻഡ് ഗാർഡ്സിൻ്റെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കും ഇതും പ്ലാസ്റ്റിക്കാണ്, പക്ഷേ കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് പോലെ. ഇവിടെ ഫോൺ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേബിൾ കൊടുത്താണ് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. ഡിസ്പ്ലേയും ഇവിടെ ഉണ്ട്. ഡൊമിനാർ നേരി കാണാം. പിന്നെ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ടിപ്ടോ ആണ്. ടിപ്ടോ ആണ്. എനിക്ക് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇതേ ഇവിടെയാണ് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. ഇത് എല്ലാ തവണയും അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താ സംഭവം. ടൈമുണ്ട്. പിന്നെ അതുപോലെ ട്രിപ്പ് 2 ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മാറ്റാം. ഇതെനിക്ക് തോന്നുന്നു ECUവിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് വരും. ഓഡോമീറ്റർ, ട്രിപ്പ് 1, ട്രിപ്പ് 2, ഇൻഫോ. നമ്മൾ ട്രിപ്പ് 1ൻ്റെ ഇൻഫോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആവറേജ് സ്പീഡ്, ട്രിപ്പ് 1 ടൈം എടുത്ത് കാണിക്കും. പിന്നെ റീഫിൽഡ് കാണിക്കും. ആവറേജ് കൺസപ്ഷൻ കാണിക്കും, അതായത് നമ്മുടെ ഫ്യൂൽ കൺസപ്ഷൻ. പിന്നെ അത് ആവറേജ് സ്പീഡ് കാണിക്കും. ഇവിടെയാണ് സ്പീഡോമീറ്റർ വരുന്നത്, ഫ്യൂൽ ഇൻഡിക്കേറ്റർ. നമ്മുടെ ആ കണ്ടുവന്ന സ്ഥലം തന്നെ ഒന്നും മാറ്റിയിട്ടില്ല. അതാണൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ വൈബ്രേഡ് ഒരു മാസ്റ്റർ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കാണാം. സ്വിച്ചസ് ഒക്കെ ബാക്ക് ലൈറ്റ് ആണ്. ഇതാണ് പാസഞ്ചർ ലൈറ്റ്, ഇതാണ് ഡിമ്മ് ബ്രൈറ്റ്, ഇതാണ് ഇൻഡിക്കേറ്റർ, ഹോൺ, പ്രിന്റ് ലൗഡ്. പിന്നെ അതേപോലെ തന്നെ എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ അതേപോലെ തന്നെ ഇഗ്നിഷൻ. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് ഓടിക്കാം. ഭയങ്കര ഗ്രണ്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. ഇനി ബാക്കി നമുക്ക് ഓടിച്ചോണ്ട് സംസാരിക്കാം. ഒരു ടോപ്പ് എൻഡിലൊക്കെ കയറുമ്പോഴാണ് വൈബ്രേഷൻ വരുന്നത്. ടാങ്കിൻ്റെ ഒരു 9000 RPM ഒക്കെ എത്തുമ്പോൾ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് ചെറിയൊരു ക്രീപ്പിനെസ് ഉണ്ട്. പക്ഷേ കമ്പയർഡ് ടു ദി അതർ ഡോമിനേഴ്സ് ഇറ്റ്സ് സോ റിഫൈൻഡ്. അതായത് ഇപ്പോൾ ഈ ഒരു 6000 5000 വെച്ച് പോകുമ്പം അടുത്ത ഗിയറിൽ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ 4th ഗിയറിലാണുള്ളത്. യു ഡോണ്ട് നോ എനിത്തിങ്. നമ്മുടെ കേരളത്തിലെ ഹൈവേയിലൊക്കെ 70-80 ഒക്കെ തന്നെ സ്പീഡ്. 4th ഗിയറിൽ നിങ്ങളൊന്നും അറിയ പോലുമില്ല. നിങ്ങൾ അറിയാണ്ട് തന്നെ പോകും. അത്രയും വൈബ്രേഷൻ കുറവാണ്. അതായത് ബജാജ് ഇപ്പോൾ അത്യാവശ്യം റിഫൈൻമെൻറ്റ് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വണ്ടി ഓടിച്ച് നിങ്ങൾ അടുത്ത ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിസിലിംഗ് സൗണ്ട് ഉണ്ട്. സാധാരണ റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ വരുന്ന പോലത്തെ നമ്മളിപ്പോൾ ഇത് എഞ്ചിൻ ബ്രേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ ശരിക്കും ത്രോട്ടിൽ കട്ട് ചെയ്യുമ്പോഴും എഞ്ചിൻ ബ്രേക്കാണ് സംഭവിക്കുന്നത്. അപ്പോഴൊക്കെയും പിന്നെ അതുപോലെ കൈ കൊടുക്കുമ്പോഴും ഒരു വിസിലിംഗ് സൗണ്ട് നമ്മുടെ എക്സോസിന് കേൾക്കാം. ആൻഡ് ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി മോട്ടോർ സൈക്കിൾ അല്ല. ആൻഡ് ഐ എം റിയലി റൈറ്റ് അബൌട്ട് ദാറ്റ്. ഒന്നാമത്തെ കാര്യം ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ഒരു ലാഗി ആയിട്ട് ത്രോട്ടിൽ റെസ്പോൺസും അല്ല ഈ വണ്ടിക്ക്. കൈ കൊടുക്കുമ്പം വണ്ടി റെസ്പോൺസ് ആ റെസ്പോൺസ് ഈ വണ്ടിക്കുണ്ട്. അതിപ്പോൾ നിങ്ങൾ 390 പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീൽ ആവാതെന്നുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോങ്ങർ വീൽ ബേസും ഇത്രയും വെയിറ്റും അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു പഞ്ച് നിങ്ങൾക്ക് തോന്നാറുണ്ട്. പക്ഷേ യെസ്, ഇറ്റ് ഡസ് ഹാവ് സം പഞ്ച്. ഒട്ടും ഇല്ല എന്നല്ല, പക്ഷേ ഇറ്റ്സ് എ റിലാക്സ്ഡ് പഞ്ച്. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണം, അല്ല നിങ്ങൾ ഒരു നല്ല സ്മൂത്തറായിട്ട് ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പഞ്ചൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പേടിപ്പിക്കാത്ത രീതിയിൽ വലിക്കാൻ പറ്റും. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സ്പീഡ് കയറുന്നതിൻ്റെ മാത്രം പേടി ഉണ്ടാവുള്ളൂ. അല്ലാന്നാണെങ്കിൽ ഇറ്റ്സ് റിയലി സ്മൂത്ത്. ഒരു പ്രശ്നവുമില്ല. ഒരു ബിഗിനറിന് ഞാൻ ഇതൊരു ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ നിങ്ങളൊരു 150cc ഒക്കെ ഓടിച്ച് നല്ല പരിചയമുള്ള ഒരാളാണെങ്കിൽ യെസ് യു ക്യാൻ ഗോ ഫോർ ദിസ്. അതായത് അതെന്താ ഞാൻ 150cc ഓടിച്ച് നല്ല പരിചയമുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടുന്ന് വന്നാലും നിങ്ങൾക്ക് ഈ പവർ കുറച്ച് ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിനായിട്ട് യൂസ് ടു ആവും കമ്പയർഡ് ടു എ ബിഗിനർ. അതായത് ഒരു ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് പഠിച്ചിട്ട് ഇതിൽ കയറുന്നതിനേക്കാളും നല്ലതാണ് ഒരു 150 ഓടിച്ച് പഠിച്ച് നല്ല രീതിയിൽ ഒരു റോഡ് മാനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ദാറ്റ് യു നോ ഹൗ ടു ബ്രേക്ക്, ഹൗ ടു സ്പീഡ്, വെൻ ടു സ്പീഡ്. ആ രീതിയിലൊക്കെ ആയാൽ യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ദിസ് മോട്ടോർ സൈക്കിൾ. അതാണ് എഞ്ചിൻ്റെ കാര്യം. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പല മണ്ടത്തരവും പോയി കാണിക്കും. അത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദിസ് മോട്ടോർ സൈക്കിൾ, അല്ലെങ്കിൽ യു ഷുഡ് പേ ഫോർ ഇറ്റ്. ആ ഒരു കാര്യമാണ്. അതായത് വണ്ടി ഫോർഗിവിങ് ആണ് അത്യാവശ്യം. എന്ന് വെച്ച് എന്താ പറയുക 390 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ബിഗിനർ ഫ്രണ്ട്ലിയാണ്. എന്ന് വെച്ചിട്ട്
ടോട്ടൽ ഓൾ ഔട്ട് ബിഗിനറിന് ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഇൻ്റർമീഡിയറ്റ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടുന്ന് യു ടേൺ എടുക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ട് സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഞാൻ പറഞ്ഞല്ലോ നല്ല സോഫ്റ്റ്വെയർ സൈഡിലാണ്. അതായത് എൻ്റെ വെയ്റ്റിന് ഫീൽ സോ സോഫ്റ്റ്. ഈവൻ ദോ ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ഒരു നല്ല പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡാണ്. ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു റൈഡ് ഫീലോ കാര്യങ്ങളോ തോന്നുന്നില്ല. പക്ഷേ വണ്ടിക്ക് ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് ഫീലിങ്ങും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പിന് എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇച്ചിരി കൂടി വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി ബോട്ടം ഔട്ട് ആവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒന്ന് പ്രീലോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സാഗ് ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പക്ക ഫീൽ കിട്ടും. അതായത് സ്റ്റോക്കിൽ വരുന്നത് ഇപ്പോൾ എൻ്റെ വെയിറ്റ് 65 kilograms ആണ്. എനിക്ക് ദിസ് ഈസ് കംഫർട്ടബിൾ. അതായത് ഈ സ്ട്രെയിറ്റ് റോഡിലായാലും ചെറിയ കുണ്ടും കുഴിയുള്ള റോഡിലായാലും ഐ ഫീൽ സോ ഗുഡ്. അതായത് ഗ്ലൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതാണ് പറഞ്ഞത്. നിങ്ങൾ ലോങ്ങർ റൈഡ്സിന് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാക്കി കാര്യം നിങ്ങൾ സ്പെസിഫിക് ആയിട്ടൊരു വണ്ടി നോക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല അതിന് പകരം ഇത് എടുക്കണം എന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ വണ്ടി ഇഷ്ടപ്പെടാൻ ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത് വിട്. അതാണ് എനിക്ക് സസ്പെൻഷനെ പറ്റി പറയാനുള്ളത്. സോഫ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒരു സോഫ്റ്റ്വെയർ സൈഡിലല്ല. നിങ്ങളിപ്പോൾ അത്യാവശ്യം ലീൻ ചെയ്യുമ്പോഴും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഡസൻ സപ്പോർട്ട് ഈസ് ദ ടയേഴ്സ്. വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ കോൺഫിഡൻസും, അതായത് ലീൻ ചെയ്യുന്നുണ്ട് വണ്ടി. പക്ഷെ ടയറിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് അയ്യോ എന്നാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ഒരു ലീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടയർ എടുക്കാം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ഗെറ്റ് ദ റോഡ് 5 ഫോർ ദിസ് മോട്ടോർ സൈക്കിൾ. ഒന്നാമത്തെ കാര്യം ഒരുപാട് ദൂരം ഓടും. റോഡ് 5-ന് 20,000 അത്ര എന്താ പറയുക ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗോ ഗെറ്റ് എ റോഡ് 5 ഇഫ് യു ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് കിലോമീറ്റേഴ്സ് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ. അല്ലെങ്കിൽ ട്രിപ്പ് അടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ റോഡ് 5 വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. പക്ഷേ അത് ഓഫ് റോഡിൽ അത്രയും നല്ലതായിരിക്കില്ല. ഓഫ് റോഡൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രാംബ്ലർ വിൽ ബി ദ ബെസ്റ്റ് ചോയ്സ്. അത് ഡ്യുവൽ പർപ്പസ് ടയറാണ്, അതൊരു നല്ല ടയറാണ്. നമുക്കിതാ സിഗ്നൽ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ ബ്രേക്കാണ്. ഡൊമിനാറിന് ഞാൻ പിടിച്ച ഓർമ്മയുള്ള ബ്രേക്ക് കുറച്ചുകൂടി ബൈറ്റ് ഉണ്ടായിരുന്നു. ഇതിന് കുറച്ചുകൂടി ഒന്ന് പ്രോഗ്രസീവ് ആക്കിയോ എന്ന് എനിക്കറിയില്ല. ബ്രേക്ക് പാഡ്സ് വേണം. നിങ്ങൾ ഇത് ഓർഗാനിക്കാണ് വരുന്നത് തോന്നുന്നു. അത് സിൻഡേഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു പവർ ഉണ്ടാവും. ഇത് കുറച്ചുകൂടി ഒന്ന് പ്രോഗ്രസീവായിട്ടുള്ളൊരു ബൈറ്റാണ് വരുന്നത്. ഓഫ് കോഴ്സ് അത് ടൂറിങ് വണ്ടികളോ ടൂറിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ ഇച്ചിരി കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ബൈറ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. പിന്നെ അതുമാത്രമല്ല ഇത്രയും വെയിറ്റ് ഉള്ളൊരു വണ്ടിക്ക് നല്ല കുറച്ചുകൂടി ബൈറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ എന്താ പറയണ്ടേ ആ ഒരു ബാലൻസ് പോയിട്ട് വീഴാനുള്ള ചെറിയൊരു ചാൻസും ഉണ്ട്. അതുകൊണ്ടാവാം അവരത്രയും എന്താ പറയുക ബൈറ്റ് തരാത്തത്. ഇത് ഇച്ചിരി നല്ല പ്രോഗ്രസീവാണ്. ബാക്ക് ബ്രേക്ക് ആണെങ്കിലും ബാക്ക് ബ്രേക്ക് ഈ വണ്ടിക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഒട്ടും ബൈറ്റ് തോന്നാത്ത പോലെയാണ്. പക്ഷേ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. വലിയ രീതിയിൽ ചിലവില്ലാതെ പാടാണ്. നമ്മളൊരു നല്ല ബ്രേക്ക് പാഡ് മാറ്റി നല്ല ബ്ലീഡ് ചെയ്ത് ബ്രേക്ക് കുട്ടപ്പനാക്കി എടുത്താൽ തന്നെ വലിയ രീതിയിൽ കാശും കാര്യങ്ങളൊന്നും ആവില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഞാൻ ലുക്കിനെ പറ്റിയിട്ടൊന്നും എടുത്ത് പറയാത്ത കാര്യം വെച്ചാൽ ഡൊമിനാർ വി ഹാവ് സീൻ ഇറ്റ് കുറേ കാലമായി ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ടൈംലെസ് ബ്യൂട്ടി എന്നാന്ന് പറയാം. ഭയങ്കര ലുക്കുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. ഭയങ്കര ഒരു മാൻലി ലുക്കുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. പിന്നെ ഓഫ് കോഴ്സ് ലാസ്റ്റത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ എടുക്കണമെന്നുള്ള കാര്യമാണ്. നിങ്ങൾ ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതേ ഞാൻ പറഞ്ഞു യു വാണ്ട് എ മോട്ടോർ സൈക്കിൾ ഫോർ വാട്ട് യു വാണ്ട് ടു ഡു. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ട്രിപ്പ് അടിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു മോട്ടോർ സൈക്കിൾ നോക്കാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇതാണെന്നാണെങ്കിൽ, അതായത് ഒരു അണ്ടർ 3 lakh അല്ലെങ്കിൽ ഒരു അറൗണ്ട് 2.5 lakhs ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് ദിസ് മോട്ടോർ സൈക്കിൾ. കണ്ണും പൂട്ടിയെടുക്കാം. ഞാൻ അത്രേ പറയുള്ളൂ, കണ്ണും പൂട്ടിയെടുക്കാം. ആകെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ബജാജ് ഒരുപാട് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ അവിടെ ഇവിടെയൊക്കെ തെറിയേറ്റ ബ്രാൻഡാണ്. പക്ഷേ ഇപ്പം തെറിയേക്കാത്ത ബ്രാൻഡില്ല. അതായത് നമ്മൾ അത്ര കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് റിലയബിലിറ്റി ബജാജ് റിലയബിൾ അല്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബജാജിന് അത്രയും അന്ന് വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ടായി. ഇപ്പോൾ അത്രയും വണ്ടികൾ വിറ്റ് പോകണില്ല എന്നാണ് തോന്നുന്നത്. കണക്കൂട്ടൽ പ്രകാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരുന്നില്ല. കാരണം അന്ന് യൂസേഴ്സ് അത്രക്കും ഉണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഇത്രയും ഡാറ്റാസും ഇത്രയും കംപ്ലയിൻറ്റ്സും വന്ന സ്ഥിതിക്ക് ഇവർ ഓൾമോസ്റ്റ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാകും. ഇപ്പം എനിക്ക് തന്നെ ഉണ്ട് ഡൊമിനാർ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഇവരാരും അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിട്ടെന്നുള്ള പറഞ്ഞിട്ടില്ല. അതായത് അൺലെസ് യു ഡോണ്ട് മെയിൻറ്റെയിൻ ദ ബൈക്ക് വെൽ എന്തായാലും പണി തരും. എല്ലാതാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് വണ്ടി റിലയബിൾ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. അതാണ് കാര്യം. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ ഇരിക്കും നിങ്ങളെ വണ്ടിയുടെ ഒരു മെയിൻ്റനൻസ്, അല്ല വണ്ടിയുടെ ഒരു റിലയബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ജാപ്പനീസ് ബ്രാൻഡ്സിനൊക്കെ അതിൻ്റെ ഒരു ഫാക്ടർ കുറച്ചൊന്ന് മേലോട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും അതും നിങ്ങൾ മര്യാദയ്ക്ക് എഞ്ചിൻ ഓയിൽ ഒഴിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയായാലും എഞ്ചിൻ പൊട്ടിത്തെറിക്കും. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റിലയബിലിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ നന്നായിട്ട് നോക്കാൻ പറ്റുമെന്നാണെങ്കിൽ
ഓഫ് കോഴ്സ് യു ക്യാൻ ചൂസ് ദിസ് മോട്ടോർ സൈക്കിൾ, യു ക്യാൻ മഞ്ച് മൈൽസ് ഓൺ ദിസ് മോട്ടോർ സൈക്കിൾ. ഒരുപാട് പേര് K2Kയും നമുക്കറിയാം, കാനഡ ലൂയിസ് ഉണ്ട്, ഹൈപ്പർ എന്തായിരുന്നു മറ്റേ സാധനത്തിൻ്റെ പേര്, എനിക്ക് റാൻ ഓഫ് കച്ച്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് തന്നെ നടന്നിട്ടുണ്ട്. ഒരുപാട് ഡൊമിനാർ ലൈക്ക് ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, അത് നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ആ കാര്യത്തിലുണ്ട് എനിക്ക് തോന്നുന്നത് ഡൊമിനാർ അത്രയും അൺറിലയബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന്. അത് നിങ്ങൾ യൂസേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, ആൾക്കാരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, മനസ്സിലാക്കുക ഡൊമിനാർ എങ്ങനെയുണ്ട്. കുറച്ച് അധികം ആൾക്കാർ ടേക്ക് എ സർവേ, ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ മോട്ടോർ സൈക്കിൾ, ആ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്ന യൂസേഴ്സിനടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനാണ് ഇൻസ്റ്റഗ്രാമും കോപ്പൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്നോടും ചോദിക്കാം. പിന്നെ ലാസ്റ്റത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് ആണ്. യെസ്, നിങ്ങൾ ഹൈവേ ആണെങ്കിൽ ഇതിനൊരു 30 ഒക്കെ ഇത് ഗിവ് ഔട്ട് ചെയ്യും, സിമ്പിളായിട്ട് ഗിവ് ഔട്ട് ചെയ്യും. എല്ലാതാണെങ്കിൽ ഒരു 25 to 28 ഒക്കെ നിങ്ങൾക്ക് ട്രാഫിക്കിൽ കിട്ടും. ഏറ്റവും കുറവത്തിലിരിക്കുന്നത് വെച്ചാൽ 22, 23 ഒക്കെ കിട്ടിയിട്ടുമുണ്ട്, ഡെഡ് ട്രാഫിക്കിലൊക്കെയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഹൈവേ കൂടുതലുണ്ടെന്നാണെങ്കിൽ യെസ്, ദിസ് ക്യാൻ ഗിവ് ഔട്ട് മൈലേജ്. പിന്നെ വിത്ത് ദിസ് പവർ, ഈ ഒരു ഇത്രയും പവർ ഫിഗേഴ്സിൽ ഇത്രയും പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടു മണി റേഷ്യോ ഈസ് ഇൻസൈൻ. ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ അത്ര ഇൻസൈൻ അല്ലെങ്കിലും പവർ ടു മണി റേഷ്യോ ഈസ് റിയലി ഇൻസൈൻ. വാല്യൂ ഫോർ മണി മോട്ടോർ സൈക്കിൾ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ പുതിയൊരു മോഡൽ വന്നപ്പോൾ വണ്ടി വേണമെന്ന് വെച്ചപ്പോൾ യെസ് ഓഫ് കോഴ്സ് ഓടിച്ചേക്കാം എന്നങ്ങ് തോന്നി. കുറേ നേരമായാലും ബാക്ക്ഗ്രൗണ്ട് ഓടിച്ചേക്കുന്നത് യെസ് ഐ ആം സ്ലോ. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദെൻ